ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഡെവിളിഷ് ടോയ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഓഫീസിലെത്തുന്ന സംഘാണെങ്കിൽ അപ്പം തന്നെ കിമ്മിനെ വിളിച്ച് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നതും കിമ്മാണെങ്കിൽ വക്കീലിനോട് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ടൈമിൽ സംഘാണെങ്കിൽ എന്നെപ്പറ്റി എന്തൊക്കെയോ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞല്ലോ, അതെന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ സുൻവോ ഗ്രൂപ്പിന്റെ എല്ലാ അഡ്വർടൈസ്മെന്റും അത് എനിക്ക് തരണമെന്ന് പറയുന്നതും സംഘാണെങ്കിൽ അങ്ങനെ ഒരു ഡീല് വെച്ച് താൻ എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ നമ്മൾ 3 വർഷം മുന്നേ ഹൈനാനിൽ വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കിം ഒന്ന് പരുങ്ങുന്നുണ്ട്. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് കിം അപ്പം മറുപടി പറയുന്നത്. സംഘാണെങ്കിലോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നാലും ഇവന്റെ പിന്നാലെ ഞാൻ എന്തിനായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എന്ന്. അതായത് ജൂക്കിയെ പറ്റി ഇവർ ഡിസ്കസ് ചെയ്ത കാര്യമൊന്നും ഇവൻ ഓർമ്മയില്ല, ജസ്റ്റ് ഇവന്റെ പിന്നാലെ ഫോളോ ചെയ്ത കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. ഇതേ ടൈമിൽ തന്നെ കിം മനസ്സിൽ വിചാരിക്കുന്നത് നിനക്ക് എന്നെ ഒരിക്കലും ഓർത്തെടുക്കാൻ കഴിയില്ല എന്നായിരിക്കും. സംഘാണെങ്കിൽ ഞാൻ ശരിക്കും ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു പോകുന്ന ടൈമിൽ ടാറ്റു കാണാൻ നന്നായിട്ടുണ്ടല്ലോ എന്ന് കിം ചോദിക്കുന്നതും അതിനുശേഷം സംഘം അവിടെ നിന്നും പോകുമ്പോൾ കിം കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ജൂക്കി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തി ചെയർവുമണ്ണെ മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാണാൻ പറ്റില്ല എന്ന് റിസപ്ഷനിൽ ഒരു പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ തന്നെയാണ് കറക്റ്റ് ചെയർവുമൺ അങ്ങോട്ട് വരുന്നതും ഇവളാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ അങ്ങ് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെയർവുമണ്ണ് ഇതാരെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത് യാങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. യാങ് ആണെങ്കിൽ സംഘിനെ ഫോൺ വിളിച്ച് എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരാളെ മീറ്റ് ചെയ്തു വരിക എന്ന് സംഘ് പറയുന്നതും ജൂക്കിയെ മീറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്ന യാങ്ങിനോട് അതെന്തിനാ ഞാൻ ജൂക്കിയെ മീറ്റ് ചെയ്യേണ്ടേ എന്നാണ് സംഘം അവിടെ ചോദിക്കുന്നത്. അതായത് അതുപോലും അവൻ മറന്നിട്ടുണ്ടായിരിക്കും. ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ജൂക്കിയെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്തേന്നൊക്കെ ചോദിക്കുമ്പോൾ സംഘിന് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. തൊട്ട് മുന്നേ നടന്ന കാര്യങ്ങൾ പോലും പാവം മറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിൽ ചെയർവുമണ്ണ് ആ ക്രെഡിറ്റ് കാർഡും അതുപോലെ ആ ഗിഫ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നിന്റെ അനിയത്തിക്ക് കൊടുത്തതല്ലേ എന്ന് പറയുമ്പോൾ അനിയത്തിക്ക് അതിന് കൊടുത്തതല്ലോ, അവളെ നിങ്ങൾ യൂസ് ചെയ്തതല്ലേ എന്ന് പറയുന്ന ജൂക്കി ഇനി എൻ്റെ ഫാമിലിയിലേക്ക് ഇങ്ങനെ വരരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്, ശരിക്കും നിങ്ങൾ അവരോട് സോറി പറയേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ സോറിയോ, അതും നിന്റെ ഫാമിലിയോട്, ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞ നിങ്ങളുടെ വീട്ടുകാർക്ക് അഭിമാനത്തിന് ഒരു കുറവുമില്ല, ഇപ്പോൾ വന്നത് തന്നെ കുറച്ചുകൂടി കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനല്ലേ, എന്താ ഇപ്പോൾ കിട്ടിയതൊന്നും പോരെ ഇനിയും വേണോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ സുൻവോ ഗ്രൂപ്പ് എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞാലും ഞാൻ അവനെ ബ്രേക്കപ്പ് ചെയ്യില്ല, എനിക്ക് സംഘിനോടുള്ള പ്രണയം അതൊരിക്കലും തീരില്ല, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടേണ്ട എന്നൊക്കെ പറയുന്ന ടൈമിൽ ചെയർവുമൺ ആണെങ്കിൽ മിൻഹോങ്ങിന്റെ ആ മർഡർ കേസിന്റെ ഫയല് അത് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നതും ഇത് കാണുന്ന ജൂക്കി ആണെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ടില്ല എന്നവിടെ പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, സംഘിന്റെ അടുത്ത് നിന്ന് തന്നെ എങ്ങനെയെങ്കിലും മാറ്റണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ വെറുതെ ഇരിക്കുന്നതാണോ വിചാരിച്ചെന്ന് ചോദിക്കുന്ന ജൂക്കിയോട് നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ ഇത് നടത്തിയിരിക്കുമെന്ന് ആന്റി പറയുന്ന ടൈമിലാണ് കറക്റ്റ് സംഘം അങ്ങോട്ട് വരുന്നതും സംഘം ഈ ഫയൽ കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവളുടെ കൈയും പിടിച്ച് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ആന്റി പറയുന്നുണ്ട് നിനക്ക് കുറച്ച് അഭിമാനമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന്. ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ എല്ലാവരും നിങ്ങൾ വലിയൊരു മഹത്തായ വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ നിങ്ങളുടെ ആർത്തിയുള്ളൊരു സ്വഭാവം അതെനിക്ക് മാത്രമേ അറിയൂ എന്നിവൻ പറയുന്നതും നിനക്ക് എന്തു വേണമെങ്കിലും വിചാരിക്കാം, പക്ഷേ പാരൻസ് ഇല്ലാതെ വളർത്തിയ നിനക്കൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, അപ്പോൾ പിന്നെ എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ആന്റിയോട് നിങ്ങൾക്ക് എൻ്റെ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഈ പെൺകുട്ടിയെ മാത്രം തൊട്ടുപോകരുത്, ഇത് അപേക്ഷയല്ല എന്ന് സംഘം അവിടെ പറയുന്ന ടൈമിൽ നീ ഇത്രയൊക്കെ സംസാരിച്ചല്ലോ, പക്ഷേ നിനക്ക് ഈ പെൺകുട്ടിയെ കുറച്ചു കഴിഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടാവില്ല, പതുക്കെ പതുക്കെ നീ ഇവളുടെ ഫേസ് പോലും മറന്നു പോകും, നിനക്ക് ഇവളെ എന്നും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ആന്റി ചോദിക്കുന്ന ടൈമിൽ പതുക്കെ ഞാൻ എല്ലാം മറക്കും, എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടും, എന്നാലും ഞാൻ ഇവളെ പ്രൊട്ടക്ട് ചെയ്യും, ഒരിക്കലും ഇവളെ വിട്ട് കളയത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു സാഡ് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജൂക്കി ആണെങ്കിൽ ചില സമയത്ത് ഫാമിലിയൊക്കെ ഇങ്ങനെയാണ്, നീ ഓക്കെ അല്ലെന്ന് സംഘിനോട് ചോദിക്കുമ്പോൾ താൻ ഓക്കെ അല്ലെന്നാണ് സംഘം തിരിച്ച് ചോദിക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെ കാര്യമല്ല നിങ്ങളുടെ കാര്യമാണ് അറിയേണ്ടതെന്ന് പറയുന്ന ജൂക്കിയോട് താൻ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്, താൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഓക്കെ അല്ല എന്ന് പറയുന്നതും ജൂക്കി ആണെങ്കിൽ ഈ പ്രണയിക്കുന്ന ടൈമിൽ ശരിക്കും നമ്മളെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും, എനിക്ക് ഇത്രയ്ക്കും ധൈര്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്, ഇനി മുതൽ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ഞാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സംഘിന്റെ മുഖത്ത് ഇങ്ങനെ കൈവയ്ക്കുന്നതും ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നീ മറന്നു പോകട്ടെ, കാരണം അത് നിന്നെ ഒരുപാട് വിഷമിപ്പിക്കും, ഈ ഒരു നല്ല കാര്യം മാത്രം ഓർമ്മ മതി എന്ന് ഇവൾ അവിടെ പറയുന്നുണ്ട്. പിന്നീട് സംഘാണെങ്കിൽ 3 വർഷം മുന്നേ നമ്മൾ മീറ്റ് ചെയ്ത ടൈമിൽ ഞാൻ കിമ്മിനെ കാണാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും സാധ്യതയില്ല, അല്ല ഇപ്പം എന്താ അങ്ങനെ ചോദിക്കാനെന്ന് ചോദിക്കുന്ന ജൂക്കിയോട് ജസ്റ്റ് ഞാൻ ചോദിച്ചതാ എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ, ഇനി എന്തെങ്കിലും മറച്ചു വെച്ചാൽ എനിക്ക് ശരിക്കും ദേഷ്യം വരും എന്നൊക്കെ ജൂക്കി പറയുന്ന ടൈമിൽ ഒന്നുമില്ല എന്നാണ് ഇവൻ പറയുന്നത്. ഇവളാണെങ്കിൽ ഇയാൾ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ഇയാൾ മുന്നേ പറഞ്ഞല്ലോ ഓരോ ദിവസം ഞാൻ ബ്രേക്കപ്പിനൊക്കെ പറ്റി സംസാരിക്കാറുണ്ടെന്ന്, അതുകൊണ്ട് ഇയാൾ പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പിന്നിലുള്ളതുപോലെ എനിക്ക് എപ്പോഴും തോന്നണം ഞാൻ ഇയാളുടെ കൂടെ തന്നെയുണ്ട്, അതുകൊണ്ട് ഇയാൾ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന സംഘിനാണെങ്കിൽ നല്ല ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. എൻ്റെ ബാക്ക് കണ്ട അത്ര ശരിയാവില്ല എന്ന്
പറയുന്ന സങ്ങിനോട് അതെന്താ എന്ന് ജൂക്കി ചോദിക്കുന്നതും ഇവനാണെങ്കിൽ അല്ല ചിലപ്പോൾ നിനക്ക് എന്നോട് ഇഷ്ടം കൂടിയാലോ എന്നൊക്കെ പറഞ്ഞൊരു ഫണ്ണിയൊക്കെ അടിക്കുന്നുണ്ട്. ഇനിയെന്നും ബായി പറഞ്ഞു പോകുന്ന ടൈമിൽ ഒരു കിസ്സും ആവാമെന്ന് പറഞ്ഞ് സംഗ് ഇവളെ കിസ് ചെയ്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. നെക്സ്റ്റ് സീനിൽ ചെയർവുമൺ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് സംഗിന്റെ ആക്ച്വൽ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ഡോക്ടർ ആണെങ്കിലോ ആൾക്ക് ആക്സിഡന്റ് നടന്ന ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതായത് ഡിമെൻഷ്യ പോലെ തന്നെയാണ്, നിങ്ങൾ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ മെമ്മറി ഒക്കെ തന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് നഷ്ടമാവും. പക്ഷെ അതെന്നാണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും ഉടനെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ ഡോക്ടർ പറയുന്നതും ചെയർവുമൺ ആണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ സംഗിന്റെ ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ജൂക്കി എന്ന് പറഞ്ഞ പെൺകുട്ടി അവന്റെ കൂടെയുള്ളത് എനിക്കിപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവള് കാരണം എന്റെ പ്ലാൻസ് ഒക്കെ നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നേ എന്ന് ചെയർവുമൺ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിൽ അന്ന് സംഗ് ഇവൾക്ക് വേണ്ടി ഒരു ഫ്ലവർ പാത്ത് ഒക്കെ റെഡിയാക്കി. ഇപ്പോൾ അതിലൊരു കാർഡ് വെച്ചിരുന്നു. ആ കാർഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എല്ലാം റെഡിയാകും ജൂക്കി എന്നായിരിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും സംഗി എന്ന് ഇവൾ എഴുതി ചേർക്കുന്നതും അതിനുശേഷം ഇവൻ തിരിച്ചു കൊടുത്ത ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ അതെടുത്ത് നോക്കുന്ന ടൈമിൽ അതിൽ ഇവൻ എഴുതിയിട്ടുണ്ടായിരിക്കുക ജൂക്കി എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവൾ എന്നായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇവൾ നോക്കുന്നതും ഇതേ ടൈമിൽ ഡോക്ടർ ആണെങ്കിൽ സംഗിന്റെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് സംഗിന് അറിയാമെന്ന് പറയുമ്പോൾ അവൻ അറിയോ എന്നാണ് ആന്റി അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ആള് പുറമെ ഒരു ശാന്തതയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ശരിക്കും ആൾ ശരിക്കും പേടിക്കുന്നുണ്ടെന്ന് പറയുന്ന ടൈമിൽ തന്നെ പാവം സംഗ് നമ്മുടെ ജൂക്കി കൊടുത്ത ടീഷർട്ട് ഇട്ട് നിൽക്കുന്നതും ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും മെമ്മറിയൊക്കെ നഷ്ടപ്പെടുന്നു, എനിക്ക് പേടിയാകുന്നു എന്ന്. അങ്ങനെ ഒരു സാഡ് സീനാണ് കാണിക്കുന്നത്. ചെയർവുമൺ ആണെങ്കിലോ സംഗിന്റെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും റെഡിയാക്കി വെക്കാനും അടുത്ത ബോർഡ് മീറ്റിംഗിൽ അത് എല്ലാവരോടായിട്ട് പറയണം, അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പിരിച്ചുവിടണം എന്നൊക്കെ പറയുന്നതും ഡോക്ടർ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഹീലിംഗ് വില്ലേജ് പ്രൊജക്ടിന്റെ കാര്യത്തിലും തീരുമാനമാക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന് ചെയർവുമൺ അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ജൂക്കിയും വീട്ടുകാരും ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിൽ ഇവരാകെ സൈലന്റ് ആയിരിക്കും. നിങ്ങൾ എന്താ ഒന്നും സംസാരിക്കാത്ത, എന്നോട് ഇപ്പോഴും പിണക്കത്തിലാണോ എന്ന് ജൂക്കി ചോദിക്കുന്ന ടൈമിൽ ബ്രദർ ആണെങ്കിൽ ആ മേക്കപ്പ് പ്രൊഡക്റ്റും ക്രെഡിറ്റ് കാർഡൊക്കെ തിരിച്ചു കൊടുത്തോ, ആ സ്ത്രീ എന്താ പറഞ്ഞേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ജൂക്കി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അനിയത്തിയാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്നും എണീറ്റ് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജങ്ങും മിന്നും കൂടി ഇരിക്കുന്ന ടൈമിൽ മിന്നാണെങ്കിൽ ലീഹ എംപയർ എന്റർടൈൻമെന്റും ആയിട്ടുള്ള ആ ഒരു കോൺട്രാക്ട് വീണ്ടും റിന്യൂ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ആ ടൈമിൽ അവിടെ വിഷമിച്ച് കിടക്കുന്ന കിജുനാണെങ്കിൽ നിങ്ങൾക്കറിയോ സിഇഒ ഞാൻ ആക്ടിങ് നിർത്താൻ പോവാന്ന് പറയുമ്പോൾ ജങ് ആണെങ്കിൽ അതിന് താൻ എപ്പോഴാണ് അഭിനയിച്ചു എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്കിപ്പോൾ ശരിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല, ശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്, എനിക്ക് പാനിക് ഡിസോർഡർ ഉണ്ട്, ഈ സെലിബ്രിറ്റീസിനൊക്കെ ഇല്ലേ അതുപോലത്തെ അസുഖം എന്ന് പറയുമ്പോൾ എനിക്ക് സ്ട്രെസ് കാരണമുള്ള ഇമോഷണൽ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ജങ് അവിടെ ചൂടാകുന്നതും ഇതേ ടൈമിൽ യാങ് ആണെങ്കിൽ സംഗിന് സുൻവോ ഗ്രൂപ്പിന്റെ ഫാമിലിയെ പറ്റിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഫാമിലി ട്രീയിൽ ബ്ലൂ ലൈൻസ് വരച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ റെഡ് ലൈൻസ് ആയിട്ട് വരച്ചിരിക്കുന്ന ആളുകൾ അത്ര നല്ല ചർച്ചയിലല്ല, ഇതിൽ ആരെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ, വല്ല സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ സംഗ് ആണെങ്കിൽ നിന്നെ എനിക്ക് മനസ്സിലായില്ല, നീ ആരാ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ അപ്പം എല്ലാം മനസ്സിലായി, ഇനി അടുത്തത് പറയാനുള്ളത് നിങ്ങളുടെ സ്കെഡ്യൂളിനെ പറ്റിയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്ന സംഗിനോട് പിന്നെ അന്നത്തെ പോലെ വഴിയിൽ വെച്ചിട്ട് എന്തെങ്കിലും മറന്നുപോയാൽ എല്ലാം താറുമാറാവില്ലേ, അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നതും അല്ല നീ ആരാ എന്ന് സംഗ് ചോദിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ ദേ വീണ്ടും സംഭവിച്ചു എല്ലാം മറന്നുപോയി എന്ന് പറയുമ്പോൾ സംഗ് യാങ് എന്ന് വിളിക്കുമ്പോൾ ഓ അപ്പോൾ ഓർമ്മയുണ്ടല്ലേ, എന്താ പറ്റിക്കാണോ എന്നൊക്കെ ഇവൻ അവിടെ ചോദിക്കുന്നതും സംഗ് ആണെങ്കിൽ നീ കാരണം ഉള്ള ഓർമ്മകൾ പോലും നഷ്ടപ്പെടുന്ന തോന്നുന്നു എന്നപ്പോൾ അവിടെ പറയുന്നുണ്ട്. അതുപോലെ പുതിയ മെമ്മറീസ് ഒക്കെ എനിക്ക് നഷ്ടപ്പെടുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ, 3 വർഷം മുന്നേ ഞാൻ ആരുടെയോ പിന്നാലെ ചേസ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ ആരെന്നെ ഫോളോ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിം എന്നാണെന്ന് സംഗ് പറയുന്നതും ഏത് എംപയർ എന്റർടൈൻമെന്റിന്റെ കിം ആണോ എന്ന് അവൻ അവിടെ ചോദിക്കുന്നുണ്ട്. കിമ്മിനെ ചേസ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്, പക്ഷേ അയാൾ ചേസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ പോയിട്ട് കിമ്മിനെ പറ്റി അന്വേഷിക്കാനാണ് സംഗ് പറയുന്നത്. ഇതേ ടൈമിൽ കിജുനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഒരു ഷാളൊക്കെ പൊതിച്ചിട്ടായിരിക്കും കേട്ടോ. ഇവനാണെങ്കിൽ ലീഹ അന്ന് കിസ് ചെയ്തല്ലോ ആ കാര്യമൊക്കെ ആലോചിക്കുന്നതും ഞാൻ എന്തെങ്ങനെ നെർവസ് ആകുന്നത്, ഞാനെങ്ങാനും ഇനി മരിക്കും എന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ ഓഫീസിലേക്ക് എത്തുന്ന സംഗിനോട് യാങ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജൂക്കിയോട് ഇപ്പം അടുത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതിനെ പറ്റി പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതിനെപ്പറ്റി കിജുവിനോടെങ്കിലും അറ്റ്ലീസ്റ്റ് പറയണം, ഇത് അറിഞ്ഞു കഴിഞ്ഞ ആൾക്കാകെ ഷോക്ക് ആകുമെന്ന് പറയുന്ന ടൈമിൽ സംഗിന്റെ കസേരയിലിരിക്കുന്ന കിജുനാണെങ്കിൽ ഞാൻ എന്ത് വിഷമിക്കുമെന്ന് അവിടെ ചോദിക്കുന്നതും ഇത് കാണുന്ന ഇവർ രണ്ടുപേരും ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. നീ എപ്പോഴാണ് ഇവിടെ കയറി പറ്റിയെന്ന് സംഗ് ചോദിക്കുന്ന ടൈമിൽ സംഗ് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് കിജുൻ പറയുന്നതും സംഗ് ആണെങ്കിൽ ഇവന്റെ അസുഖത്തെ പറ്റിയാണോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ കിജുൻ ആണെങ്കിൽ ഞാൻ അസുഖമാണ്, എനിക്ക് വലിയ അസുഖമാണ്, എന്താണെന്ന് അറിയത്തില്ല, എനിക്കിപ്പോൾ ശരിക്കും ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഗിന് ചിരിയാണ് വരുന്നത്. അത് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവനപ്പോൾ പറയുന്നുണ്ട്. ഫോണിലൊക്കെ നോക്കുന്ന ടൈമിൽ എനിക്ക് മരിച്ചു പോകുന്നത് പോലെയാ തോന്നുന്നതെന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ഫോണിൽ ഗെയിം കളിയൊക്കെ നിർത്തി
നിർത്തി മര്യാദയ്ക്ക് പുസ്തകം വായിക്കാൻ നോക്കുന്ന സംഘം പറയുന്നതും ഇവനാണെങ്കിൽ അങ്ങ് ദേഷ്യത്തിൽ കിസ് ചെയ്തതിന് ശേഷം ഇതുവരെ ലീഹ വിളിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘം ശരിക്കും ഷോക്കാകുന്നുണ്ട്. എടാ ഭയങ്കര, അപ്പൊ അതാണല്ലേ കാര്യമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത്. പിന്നീട് കിജുനാണെങ്കിൽ ചേട്ടാ എനിക്ക് ശരിക്കും പാനിക് ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഡിസോർഡറിനുള്ള വഴിയൊക്കെ എനിക്കറിയാം, ഇത് മാറ്റാൻ ഒറ്റ കാര്യമുള്ളൂ, നീ ലീഹയെ അങ്ങ് വിളിക്കണം, അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും അങ്ങ് മീറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് അവളെ പേടിയാണെന്ന് കിജുൻ പറയുന്നതും ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ നിനക്ക് അവളോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ പേടി തോന്നുന്നേ എന്ന് അവിടെ പറയുന്നുണ്ട്. എനിക്കോ അവളോട് ഇഷ്ടോ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നിനക്ക് അവളെ ഒട്ടും ഇഷ്ടമില്ലെന്ന് ചോദിക്കുന്ന സംഘിനോട് ഇത്തിരി ഒരു ഇഷ്ടമുണ്ടെന്നൊക്കെ കിജുൻ പറയുന്ന ടൈമിൽ എത്ര ഇഷ്ടമെന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കടുകുമണി പോലെ എന്ന് കിജുൻ പറയുന്നതും അപ്പം അത് വലിയ സീരിയസ് ആണ്, നീ ഇപ്പം തന്നെ അവളെ വിളിക്കണം എന്ന് പറഞ്ഞ് നൈസായിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇവനാണെങ്കിലോ രണ്ടും കൽപ്പിച്ച് ലീഹയെ വിളിക്കുന്നതും നീ ഇത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തീരെ സമയമില്ല എന്ന് പറഞ്ഞ് ഇവളങ്ങ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവന് ദേഷ്യം വന്ന് ഇവൻ പിന്നീട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നീ ഇത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തീരെ സമയമില്ലെന്ന് ലീഹ പറയുന്ന ടൈമിൽ നീ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കിജുൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ലീഹയാണെങ്കിൽ ഇവൻ കൊള്ളാലോ എന്നവിടെ പറയുന്നുണ്ട്. അങ്ങനെ ലീഹ ഉള്ള സ്ഥലത്ത് കിജുൻ വരുന്നതും ലീഹയെ കാണുന്ന ടൈമിൽ കിജുൻ അങ്ങ് ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ചിരിക്കുന്ന ടൈമിൽ അയ്യോ ചിരിക്കല്ലേ, എനിക്ക് ഇവളെ പേടിയാണെന്ന് കിജുൻ പറയുന്നതും ലീഹയാണെങ്കിൽ ഇവൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ എന്നാണ് അവിടെ പറയുന്നത്. കിജുൻ ആണെങ്കിൽ നീ എന്താ എന്നെ വിളിക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എന്താ എൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് ലീഹ അവിടെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നീ അന്ന് കിസ് ചെയ്തതിന് ശേഷം വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്ന കിജുവിനോട് എന്താ ആ കിസ്സിങ് നിനക്ക് ഇഷ്ടപ്പെട്ടോ, നിനക്ക് ഫീലിങ്സ് വന്നോ എന്ന് ഇവൾ ചോദിക്കുന്നതും ഇല്ല എന്നാണ് ഇവൻ തിരിച്ചു പറയുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ എന്നെ മാരേജ് ചെയ്യൂ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അറിയാതെ തന്നെ നെഞ്ചത്ത് കൈ വെച്ച് പോകുന്നുണ്ട്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കിജുവിനോട് ഞാൻ ഇവിടെ ഷോപ്പ് ചെയ്യുന്നത് വരെ ടൈമുണ്ട്, ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ നമ്മൾ ഡേറ്റ് പോലും ചെയ്തിട്ടില്ല എന്നിട്ടാണോ മാരേജിനെ പറ്റി സംസാരിക്കുന്നത്, ഭാഗ്യം കുട്ടികളെ ചോദിക്കാഞ്ഞതെന്ന് കിജുൻ പറയുന്നതും എനിക്ക് അതിനും കുഴപ്പമില്ല എന്ന് ഇവള് പറയുന്നത് കേട്ട് നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്നാണ് കിജുൻ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ലീഹയാണെങ്കിലും എനിക്ക് ഈ ഫീൽഡ് മടുത്തു, ഒരുപാട് മുന്നേ തന്നെ മടുത്തതാണ്, എനിക്കൊരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായിട്ട് സമാധാനപരമായ ഒരു ലൈഫ് അങ്ങനെ ജീവിക്കാനാണ് താല്പര്യം എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന കിജുനാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് മാരേജ് ചെയ്യാനുള്ള ഒരാളുണ്ട്, അയാളെ മുട്ടിച്ചു തരട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് ഒന്നും മനസ്സിലായില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടം എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവനൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. എന്താ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ഇവള് ചോദിക്കുന്ന ടൈമിൽ അല്ല എന്ന് പറയുന്നതും പിന്നീട് അതേ കിജുൻ തന്നെ അതെ എന്നും അല്ല എന്നും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീഹയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉറച്ചു പറ എന്ന് പറയുന്ന ടൈമിൽ എനിക്ക് ഈ മാരേജ് വൈഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, എനിക്ക് ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റാർ ആവാനാണ് താല്പര്യമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ ജീവിതത്തിൽ ഒരു സ്റ്റാർ ആവാന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ അത് ശരിയാ, നീ ഇപ്പം അതായി കഴിഞ്ഞല്ലോ, അപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ പറയാമെന്ന് കിജുൻ പറയുന്നതും ഇവളാണെങ്കിൽ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേറ്റ് ചെയ്യാമെന്ന് അവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല നീ ഒരു കോൺട്രാക്റ്റ് കൊണ്ടുപോവാ, ഞാൻ നിന്റെ ഏജൻസിയിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതും എന്തിനെന്ന് ചോദിക്കുന്ന കിജുവിനോട് എന്തിനെന്നോ, ഞാൻ എംപയർ ആയിട്ടുള്ള കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടില്ല, എല്ലാവരും എൻ്റെ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, എന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ലീഹ പറയുന്ന ടൈമിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് കിജുൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലീഹയാണെങ്കിൽ ശരി ഡേറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അവിടെയുള്ള ഒരു ഡ്രസ്സ് കാണിച്ചിട്ട് ഇതെനിക്ക് വാങ്ങി തരികയാണെങ്കിൽ ആലോചിക്കാം എന്ന് പറയുന്നതും ഞാൻ എന്തിനാ നിനക്ക് വാങ്ങി തരേണ്ടത്, നീ അല്ലേ ശരിക്കും എനിക്ക് വാങ്ങി തരേണ്ടതെന്ന് ലീഹ ചോദിക്കുന്ന ടൈമിൽ അത് പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് നീ സൂപ്പർ റിച്ച് അല്ലേ എന്ന് ലീഹ ചോദിക്കുന്ന ടൈമിൽ വാങ്ങി തരാൻ പറ്റില്ലെങ്കിൽ വാങ്ങി തരേണ്ട എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യത്തിൽ പോകുന്നത് ലീഹയാണെങ്കിൽ ശരി ഞാൻ വാങ്ങി തരാമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഒരു കോട്ടല്ല പകരം ഒരു 4-5 ഡ്രസ്സ് എടുത്തിട്ട് ഇതൊക്കെ വാങ്ങാലേ എന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട്. ശരി എന്ന് ഇവളും പറയുന്നുണ്ട്. പിന്നീട് ഈ ഡ്രസ്സൊക്കെ കാണുന്ന ജങ്ങാണെങ്കിൽ ഇതെന്തിനാ നിനക്ക് ലീഹ വാങ്ങി തന്നേന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്നെ ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇവൻ പറയുന്നതും ഇത് കേൾക്കുന്ന ജങ്ങാണെങ്കിൽ നിനക്ക് എന്താ വട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. കിജുനാണെങ്കിലും നമ്മുടെ ഏജൻസിയിൽ ചേരാനും ലീഹയ്ക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡയറക്ടർ ശരിക്കും ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, ആദ്യം ഒരു ജാടയൊക്കെ ഇട്ടു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ജങ്ങിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ആളാണെങ്കിൽ ഷൂ വെച്ചിട്ട് ഇവൻ അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജോക്കി ആണെങ്കിൽ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ കയറിയിട്ട് അനിയത്തിക്ക് വേണ്ടി ലിപ്സ്റ്റിക് പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. ആ ടൈമിലാണ് സംഘം വിളിക്കുന്നതും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനൊരു സാധനം വാങ്ങണോ വാങ്ങേണ്ടതെന്ന് ആലോചിക്കുകയാണെന്ന് ഇവള് പറയുന്നതും ആ ടൈമിൽ ആ ഷോപ്പ് ലേഡിയാണെങ്കിൽ ഇത് വാങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഫോണിലൂടെ കേൾക്കുന്ന സംഘാണെങ്കിൽ എന്താ വാങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഇവള് കോള് കട്ട് ചെയ്യുന്നതും സംഘാണെങ്കിൽ അവൾക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്നാ തോന്നുന്നേ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ അത് പിന്നെ ഉണ്ടാവാതിരിക്കൂ എന്നവിടെ പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സംഘിനോട് യാങ് കാര്യങ്ങളൊക്കെ വിവരിച്ചു പറയുന്നുണ്ട്. ഇതേ സമയം ജോക്കി ആണെങ്കിലോ നൻജുവിന്റെ അടുത്തായിരിക്കും. അപ്പൊ നൻജുനാണെങ്കിൽ അതായത് സാമ്പിളിന് കിട്ടിയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ് ഉണ്ട്, അത് എടുത്തിട്ട് അനീതിക്ക് കൊടുത്തോ എന്നൊക്കെ പറയുന്നതും നീ ഓൾറെഡി അവൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതല്ലേ, അതൊന്നും വേണ്ട എന്ന് പറയുന്നതും അപ്പൊ നൻജുനാണെങ്കിൽ നീ ആ ക്രെഡിറ്റ് കാർഡ് തിരിച്ചു കൊടുത്തത് ഓക്കെ, പക്ഷെ ആ പ്രൊഡക്റ്റ് ഒക്കെ എന്തിനാ തിരിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും
വാങ്ങുന്നത് ശരിയല്ല എന്നാണ് ജോക്കി അവിടെ പറയുന്നത്. ഞാൻ ഇതെല്ലാം വിട്ടുകളയുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആകൂ എന്ന് വിളി ചോദിക്കുന്ന ടൈമില് നഞ്ജുനാണെങ്കിൽ സങ്ങിനെ വിട്ടുകളഞ്ഞ നീ ഹാപ്പി ആവൂ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഇവളാണെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ടൈമില് നഞ്ജുനാണെങ്കിൽ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ നിന്റെ സന്തോഷവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നതും. എന്നാലും ആ സങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമ വരുന്നത്. അവൻ ഇതുപോലത്തെ 4 ആന്റിമാരെയല്ലേ കിട്ടിയെന്ന് നഞ്ജുൻ അവിടെ പറയുന്നുണ്ട്. ജോക്കി ആണെങ്കിൽ എന്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ ഒരു സാധാരണ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരിക്കലും അത് സാധിച്ചിട്ടില്ല, ഇനി അത് സാധിക്കുമെന്നും അറിയത്തില്ല എന്ന് വിഷമത്തിൽ പറയുന്നതാണ് കാണിക്കുന്നത്.